ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഈ വീഡിയോസ് നമ്മൾ MLM കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇതേ ബിസിനസ്സിൽ ചേർന്ന് പൈസ പോയ ആൾക്കാർക്ക് ഇവർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കും ഈ വീഡിയോ. ഇപ്പോഴും ഇതേപോലുള്ള ബിസിനസ്സുകൾ വരുന്നുണ്ട്. ഇത്ര ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആൾക്കാർ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുന്നത്? നമുക്ക് നോക്കാം. എൻ്റെ ലൈഫിലൂടെ കടന്നുപോയ കുറച്ച് MLM കമ്പനികളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഫസ്റ്റ് കേട്ട MLM കമ്പനി എന്ന് പറയുന്നത് സ്മാർട്ട് വേ. ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സുകളും കൂടി ലുലു മാളിൽ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ്. 2 ആൾക്കാരാണ് സ്മാർട്ട് വേയിൽ നിന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി എത്തിയത്. അവരൊരു 2 മണിക്കൂർ ടൈം എടുത്ത് ഈ സ്മാർട്ട് വേയുടെ A to Z കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ആ ഒരു സമയത്ത് എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കും ചെയ്യാൻ പറ്റും എന്നൊരു തിങ്ക് നമ്മളെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ. ഭയങ്കര മോട്ടിവേഷണൽ രീതിയിലുള്ള ക്ലാസ്സാണ് അവരെടുത്തു തന്നത്. ഏതെങ്കിലും രീതിയിൽ നമ്മളെ ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞതിൽ എനിക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റിയ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയാം. അവിടെ സംസാരിച്ച 2 ആൾക്കാരിൽ ഒരാളാണ് ഇത് പറഞ്ഞത്. എൻ്റെ വൈഫ് ഒരു ടീച്ചറാണ്. ആദ്യം ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷേ ഇന്ന് അവൾ വാങ്ങുന്ന സാലറിയേക്കാളും 3 ഇരട്ടി ഞാൻ ഇതിൽ നിന്ന് വാങ്ങുമ്പോൾ, 2 ഇരട്ടിയല്ല 3 ഇരട്ടി സാലറി ഞാൻ ഇതിൽ നിന്ന് വാങ്ങി തുടങ്ങുമ്പോൾ ഇപ്പോൾ അവളും ഈ കമ്പനിയുടെ ഭാഗമായി തീർന്നു. അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇതേ രീതിയിലുള്ള പല മോട്ടിവേഷൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. ജസ്റ്റ് നമുക്ക് ഈ സ്മാർട്ട് വേയുടെ ബിസിനസ് ഐഡിയാസ് ഒന്ന് നോക്കാം. ബിസിനസ് പ്രോസസ്സ് അത് നമ്മൾ ഒരു 7,500 അല്ലെങ്കിൽ ഒരു 12,000 ആ റേഞ്ചിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് അവരുടെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നു. ഇവിടെ പ്രൊഡക്റ്റിന് യാതൊരു പ്രശസ്തിയില്ല. അവർ തരുന്ന അല്ലെങ്കിൽ അവരുടെ കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ പ്രോസസ്സ് നമ്മൾ ലെഫ്റ്റ് ഒരാൾ ചേരുക, റൈറ്റ് ഒരാൾ ചേരുക, 2 പേരും കൂടി ഇതേ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു കമ്മീഷൻ കിട്ടുന്നു. അങ്ങനെ നമ്മൾ അണ്ടറിൽ ഒരു ടീം നമ്മൾ രൂപീകരിക്കുക. അങ്ങനെ നമ്മൾ ടീം സ്പ്രെഡ് ആവുന്നോളും നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. സ്മാർട്ട് വേ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ നെടുന്തൂണായ അനീഷ് മേനോൻ എന്ന വ്യക്തിയുടെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലാസ് കേട്ടാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അത്രയ്ക്കും മോട്ടിവേഷനായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ കയ്യടി നേടിയെടുക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. അതെ, വാക് സാമർഥ്യമാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ആ ഒരു സ്കില്ലാണ് ഈ ബിസിനസ്സിൽ വേണ്ടത്. നമ്മൾ പറഞ്ഞത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക, അവരുടെ വിശ്വാസം നേടിയെടുക്കുക, അതാണ് ഈ ബിസിനസ്സിൽ വേണ്ടത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഒരു 12,000 രൂപ കൊടുത്തുകൊണ്ട് സ്മാർട്ട് വീൽ അച്ചീവർ ആവുമെന്നും അനീഷ് മേനോൻ പറയില്ല കേട്ടോ. എഫർട്ട് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ബിസിനസ് എത്തിക്കണമെന്നും വിജയിക്കണമെന്നുള്ള വാശി നമ്മൾ കാണിക്കണം. ഇതേ രീതിയിലുള്ള കുറേ മോട്ടിവേഷൻ ക്ലാസ് ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അന്ന് പോയ 5 ആൾക്കാരിൽ നിന്നും ഒരാൾ പൊറുമേൽ ജോയിൻ ചെയ്തിട്ടില്ല. നമ്മൾക്ക് അപ്പോൾ ഒരു ഭയങ്കര ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നുമെങ്കിലും നമ്മൾ വന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് അത്ര എളുപ്പമൊന്നുമല്ല, നമുക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലാണ് നമ്മൾ എത്തിയത്. നമ്മളത് ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് എനിക്കൊരു കോൾ വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, എടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, തനിക്ക് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? നമ്മൾ എന്താ കാര്യമൊക്കെ വന്നിട്ട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഒരു ഹെൽപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. ഒരു ഓഫീസ് സെറ്റപ്പുള്ള റൂമിലേക്ക് പോയി. അപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്ന സംഭവം എന്താണ്, നീ ഒന്നും നോക്കണ്ട, നീ ഒരാൾ വരും, അയാൾ സംസാരിച്ച് കേട്ടിട്ട് അയാൾ സംസാരിക്കും നിന്നോട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന്. അപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു നെഗറ്റീവ് ഫീൽ ചെയ്തു. അപ്പോൾ ഇവൾക്ക് കൊടുത്ത ദൗത്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ എത്തിക്കുക, ബാക്കി കാര്യം നമ്മൾ ഏറ്റോളാം. അപ്പോൾ ഒരു ഡെസ്കിന് മുമ്പിൽ പുള്ളി ഇരുന്നു വിത്ത് ഒരു മാക്ബുക്ക്, ഒരു ഐഫോൺ, ഒരു വില കൂടിയൊരു വാച്ചൊക്കെ ആയിട്ട് പുള്ളി അവിടെ ഇരുന്നു. അപ്പോൾ ലാപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെ ആദ്യം ഒന്ന് ജസ്റ്റ് എന്നെ പരിചയപ്പെട്ടു. ഇതെന്ന് വെച്ചാൽ ക്യൂനെറ്റ്, രണ്ടാമത് ഞാൻ കേട്ട സാധനമാണ് ക്യൂനെറ്റ്. അപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ഞാൻ കേട്ടതാണ് ഈ ക്യൂനെറ്റ് മറ്റുള്ള. പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, എന്തായാലും ഇവരുടെ 1 മണിക്കൂർ പ്രസംഗം എന്തായാലും കേൾക്കേണ്ടി വരും. എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ചൊടിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരുടെ വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. ഞാൻ പിന്നെ അവരും 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. എന്താണ് ക്യൂനെറ്റ്, എന്താണ് ചെയ്യേണ്ടത്. പക്ഷേ ക്യൂനെറ്റ് സ്മാർട്ട് വേയിൽ പോലെ ചെറിയൊരു എമൗണ്ട് ഒന്നും ഇട്ടാൽ പോരാ. 1,15,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഫ്രണ്ട് ഈ എമൗണ്ട് ഇതിൽ കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു, ഇവിടെ എവിടെ നിന്ന് ഇത്രയും പൈസ കൊടുത്തത്, എന്ത് വിശ്വാസത്തിലാണ് ഇവർ കൊടുത്തത്.
ആ സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ പല രീതിയിലും പറഞ്ഞു, നിങ്ങളെ ക്യാഷ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ഗോൾഡ് ഉണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ട് തരൂ, നിങ്ങളെ ഗോൾഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് സ്വർണം പണയം വെച്ചിട്ട് അത് തരൂ, വിത്തിൻ 4 months നിങ്ങൾക്ക് ഇതിനേക്കാൾ ഈ പണം ഇരട്ടിപ്പിച്ച് തരാം എന്ന രീതിയിലൊക്കെ. അതായത് അവിടെ തന്നെ ഫോഴ്സ് ചെയ്യാണ്, നിങ്ങൾ ചെയ്യ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇത്രയും എമൗണ്ട് ചെയ്ത് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളും ഇല്ല, പിന്നെ ഞാനിതിൽ ചേർന്നിട്ട് എന്ത് കാര്യം. അപ്പോൾ അവർ പറയും, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളിങ്ങനെ ആൾക്കാർ ഇവിടെ എത്തിച്ചു തന്നാൽ മാത്രം മതി, ബാക്കി നമ്മൾ ചെയ്തോളാം. ആ ഒരു ഇതിലെനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏകദേശം അവർക്ക് മനസ്സിലായി ഞാൻ ചെയ്യത്തില്ലെന്നുള്ളത്. അപ്പോൾ അവസാനം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാൻ നോക്കുമ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു, ബ്രോ ഞാനൊരു കാര്യം പറയാം, വിത്തിൻ 6 months ബ്രോ ഇറക്കിയ പണം അതിൽ കൂടുതൽ പണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കിയിട്ട് ഞാൻ തരാമെന്ന് വരെ പറഞ്ഞു. അങ്ങനെ അത് 18ാമത്തെ അടവ് ഒരു പയറ്റി. ഇപ്പം ജസ്റ്റ് ഒരു 5,000 രൂപ തന്നെങ്കിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി, ബാക്കി നമ്മളുണ്ടാവും, നമ്മളെ എപ്പോൾ വിളിച്ചാലും നമ്മളുണ്ടാവും. മൂന്നാമത് ഞാൻ കേട്ടത് എനിക്ക് ചുമ്മാ പറയുന്നതാണ്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കുറേ കോൾ വരുന്നു. ഞാൻ ഇതേപോലൊരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നൊരു ബിസിനസ്സിൽ ഞാൻ ഇൻവോൾവ് ആണ്, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അത് പ്രൊഡക്റ്റിനാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അവർ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കമ്മീഷൻ വരുന്നു. ഇതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. മറ്റുള്ളവരോടൊന്നും ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് വാങ്ങേണ്ട ആവശ്യവും എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ രീതിയിൽ ഈ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും ഇത് ഞാൻ സൈഡായിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതേ രീതിയിലുള്ള കോൾസ് വരുന്നത്. അപ്പോൾ അങ്ങനെ മൂന്നാമത് എന്നെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത്. ഹലോ സച്ചിൻ ഫ്രീ ആണോ? ഒന്നും എന്താ അവിടെ ഒരു കാര്യം പറയുന്നത്, ഒരു ബിസിനസ്സാണ്, ഞാനത് MLM മാർക്കറ്റാണോ, മണി ചെയിൻ ആണെന്നൊക്കെ ചോദിച്ചു. പക്ഷേ എല്ലാം ഒന്നുമല്ല, നീ ജസ്റ്റ് ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് കയറിയിരിക്കുന്നത് റൂമിൽ കുറച്ച് 3 ആൾക്കാർ ഇൻസൈഡൊക്കെ ചെയ്ത് ഒരു ലാപ്പ് ഇട്ടിരിക്കുന്നു. ഇവനും എന്നെ വിളിച്ചവനുണ്ട് ഇൻസൈഡൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏതോ MLM കമ്പനി തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു ഫിജിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒന്നാ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരും പറഞ്ഞു ഒരു 1 hour 2 hours അവരും 3 ആളും കൂടി മാറി സംസാരിച്ചു. എന്താണ് ഫിജിക്കാരനെ കുറിച്ച് സിമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഓക്കെ, ഇതേപോലെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു 22,000 rupees ഇറക്കണം, 1 time പർച്ചേസ് മാത്രമാണ്, പിന്നെ നിങ്ങൾ ക്യാഷൊന്നും ഇറക്കണ്ട, നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ആൾക്കാരെ ചേർക്കുക, അവരും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും. മറ്റ് ബിസിനസ്സിനെ സംബന്ധിച്ചും വലിയ വ്യത്യാസമൊന്നുമില്ല, ബിസിനസ് ഐഡിയ മാത്രം മാറിയെന്നുള്ളൂ, ബാക്കി പ്രോസസ്സൊക്കെ സെയിമാണ്. പക്ഷേ ഇതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ ഏജിലുള്ള ആൾക്കാരാണ് മൊത്തം ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത്. നമ്മൾ ഇന്നലെ ഉണ്ടായത് കോഴിക്കോടാണ്, ഇന്ന് നമ്മൾ എറണാകുളം എത്തി, നാളെ നമ്മൾ തിരുവനന്തപുരം ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും നമ്മൾ വരും. അങ്ങനെ എല്ലാവരും മാറി സംസാരിച്ചു. എന്നിരുന്നാലും എനിക്ക് ഇതിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഏകദേശം 1.5 വർഷമായിട്ടോ ഇത് സംസാരിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്കിതിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ, എന്നോട് പറഞ്ഞു, എടാ സച്ചി, ഇത് ലാസ്റ്റ് വണ്ടിയാണ്, ഇതിൽ കയറിക്കോ, ഉറപ്പായിട്ട് രക്ഷപ്പെടും. ഞാനിതിൽ നിന്ന് ഒരു ബൈക്ക് വാങ്ങി. എനിക്ക് 100% ഷുവറാണ് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടൊരു കാർ വാങ്ങും. അതെനിക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, നീ ഇന്ന് നമ്മളിവിടെ ജോയിൻ ചെയ്യില്ലെങ്കിൽ ഇതേ കാര്യം പറഞ്ഞ് നിന്നെ കാണാൻ 10 ആൾക്കാർ ഇനിയും വരും. ഇത് അത്രയ്ക്കും പോപ്പുലർ ആവാൻ വേണ്ടി പോവുകയാണ്. തൃശ്ശൂർ വലിയൊരു സ്ഥാപനം വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു MLM കമ്പനിക്ക് ഇത്രയും വലിയ സ്ഥാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം ക്യാഷില്ല, ഞാനൊരു 1 വീക്കിനുള്ളിൽ ചേരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ, എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ഇന്ന് ചേർന്ന് നമ്മൾ നാളെ 2 ജോയിനിങ് ഉണ്ട്. ഇന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സച്ചിൻ അണ്ടറിലേക്ക് വരും. ഓൺ ദി സ്പോട്ടിൽ സച്ചിനൊരു കമ്മീഷൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ചേരാൻ വേണ്ടി പറയുന്നത്. എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു അവന്. പെട്ടെന്ന് എനിക്ക് പിണക്കാൻ പറ്റിയില്ല. ഞാൻ അവനോട് ഓക്കേടാ, ഞാൻ മാക്സിമം പെട്ടെന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവുക. യെസ്, അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ ചേർന്നു, പിന്നെ നമുക്ക് പറ്റത്തില്ല, അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് ആ ടൈമിൽ തന്നെ അവർ ചേരാൻ വേണ്ടി പറയുന്നത്. ഇതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ആലോചിക്കുമ്പോൾ ഞാൻ ഫ്രണ്ട്സോട് സംസാരിക്കുമ്പോൾ മനസ്സിലായി, എടാ നീ ഉണ്ടാക്കിയ പൈസ നിനക്ക് കിട്ടണമെങ്കിൽ നിൻ്റെ അണ്ടറിൽ ഒരു 10-20 ആൾക്കാർ ഇതേപോലെ ചേർന്ന് മാത്രമേ നീ അതിൽ ചിലവാക്കിയ പൈസ തന്നെ കിട്ടത്തുള്ളൂ. അത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മളിപ്പം ചേർന്നു, മറ്റുള്ള ആൾ ചേർക്കുമ്പോൾ അവർ ചിലവാക്കിയ പൈസ കൂടി അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്, അല്ലേ?
നമ്മളെ വിശ്വസിച്ചാണ് ആൾക്കാർ ചേരുന്നത്. അപ്പോൾ അവരുടെ കൂടെ ക്യാഷ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതൊരു ചെറിയ ടാസ്ക് അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇത് 1.5 വർഷം മുമ്പാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ ഈ 1.5 വർഷമായിട്ട് എന്നെ അവർ പറഞ്ഞ പോലെ ഒരാൾ പോലും കാണാൻ വന്നിട്ടുമില്ല. എൻ്റെ ആ ഫ്രണ്ട് കാറ് വാങ്ങിയിട്ടുമില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ആൾക്കാരെ ബിസിനസ്സിലേക്ക് ചേർക്കുക. അവസാനമായി ഞാൻ കേട്ടത് ഹൈറിച്ചിനെ കുറിച്ചാണ്. ഏകദേശം 1-2 വർഷമായിട്ടേ ഉള്ളൂ ഹൈറിച്ച് ഇപ്പോഴും കേസിലാണുള്ളത്. ഇതിൻ്റെ ബിസിനസ് ഐഡിയ എന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യസ്തമാണ്. ബെസ്റ്റ് ഒരു ഐഡിയ ആണ്. അതായത് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് എല്ലാ മാസവും ഒരു ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 3 ഇരട്ടി ആവുന്നവരെ നമുക്ക് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. 6 വർഷം വരെ നമുക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ആൾക്കാർക്ക് വെറുതെ ഇരുന്ന് ക്യാഷ് ഉണ്ടാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ബിസിനസ് ഐഡിയ ആണ് ഹൈറിച്ച്. ഹൈറിച്ച് എന്ന ബിസിനസ്സിൽ എന്താണ് നടക്കുന്നത്? എന്ത് ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്? നമുക്കൊരു 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്കിതിൽ മെമ്പർ ആവാൻ വേണ്ടി സാധിക്കും. നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട് നമുക്ക് കിട്ടാൻ തന്നെ ഒരു 2 years ടൈമെങ്കിലും എടുക്കും. പിന്നെയാണ് നമുക്കതിൽ നിന്ന് ലാഭം കിട്ടി തുടങ്ങുന്നത്. നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10,000 rupees കൊടുത്തു കഴിഞ്ഞാൽ ഒരു 400 രൂപ മന്ത്ലി നമുക്ക് കിട്ടും. ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസവും ഒരു 40,000 രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെ 10 ലക്ഷത്തിന് 3 ഇരട്ടി കിട്ടുന്നിടത്തോളം നമുക്ക് ആ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. മന്ത്ലി ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അടച്ചതിൻ്റെ 3 ഇരട്ടി ആവുന്നുള്ള വാങ്ങിക്കും കിട്ടിക്കൊണ്ടിരിക്കും. ഒരാൾക്ക് എത്ര ഐഡിയ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് കോടികൾ വരെ നിക്ഷേപിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഒരാളൊരു എമൗണ്ട് അടച്ച് അതിൻ്റെ 3 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇവരെന്ത് ബിസിനസ്സാണ് അതിൽ നടത്തുന്നത്? അതാരും ചിന്തിച്ചിട്ടുണ്ടോ? ഇവർ ബിസിനസ് പറഞ്ഞാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്, പിന്നെ ക്രിപ്റ്റോ കറൻസി, അങ്ങനെയുള്ള മറ്റു വഴികൾ വരും. പക്ഷേ ഇവർ നടത്തുന്ന ബിസിനസ്സൊക്കെ സക്സസ് ആവുമെന്ന് എന്താ ഉറപ്പുള്ളത്? ബിസിനസ്സുകൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ? ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇത്രയും ലാഭം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ബിസിനസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കും? നമ്മൾ സിമ്പിളായിട്ട് തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇവരിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് ഇഷ്ടം പോലെ ക്യാഷ് വന്നുകൊണ്ടിരിക്കുക. ഒരാൾ ചേരുന്നു, അവർക്ക് മന്ത്ലി ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട് സർക്കിൾ ആരോടും പറയുന്നു, അവരും ഈ ഇൻട്രസ്റ്റോടുകൂടി അവരും ചെയ്യുന്നു ഈ ബിസിനസ്. അങ്ങനെ ഇഷ്ടം പോലെ പണം അവിടെ നിന്ന് ഇവിടുന്നുമായിട്ട് ഒരു കണക്കുമില്ലാതെ പണം വരികയാണ്. അപ്പോൾ ഇവർക്ക് ചേർന്ന ആൾക്കാർക്ക് മന്ത്ലി എമൗണ്ട് കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതെപ്പോഴാണ് സ്റ്റക്ക് ആവുക? ഈ കുറേ ആൾക്കാർ ഇതിൽ ചേരുമ്പോൾ ഈ ചേരുന്ന ആൾക്കാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 3 ഇരട്ടി കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് ഇനിയും ഈ ഹൈറിച്ച് ഒരു 5 വർഷം കൂടി പോകുമായിരിക്കും. ഈ അനിലക്കര എന്ന MLA ഇങ്ങനെ കംപ്ലൈൻറ്റുമായിട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ഒരു വ്യക്തി ഇതേ കംപ്ലൈൻ്റായിട്ട് വന്നില്ലെങ്കിൽ ഇത് വീണ്ടും ഒരു 5 വർഷം കൂടി പോകും. അതിനുശേഷമായിരിക്കാം നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്ന പേയ്മെൻറ്റിൽ വ്യത്യാസം വരും. ചിലപ്പോൾ അവർ പറയും 3 ഇരട്ടീന് തരാൻ പറ്റില്ല, നിങ്ങൾ അടച്ചതിൻ്റെ ഇത്ര % മാത്രമേ തരാൻ പറ്റുള്ളൂ, കമ്പനി നഷ്ടത്തിലാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ഒരു എഗ്രിമെൻ്റ് വരെ എഴുതി തന്നിട്ടില്ല. അവർ മാനേജ്മെൻറ്റ് എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും അവർ നടപ്പിലാക്കുന്നത്. ആദ്യം ഇവർ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്, ഇത്ര ബെനിഫിറ്റ് കിട്ടും, ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് അവരത് നിങ്ങൾ എന്തായാലും മന്ത്ലി ഇത്ര എമൗണ്ടിന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമാക്കി. അല്ല, ഇങ്ങനെ ഭാവിയിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പം ഇങ്ങനെ ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്തതിന് കൊണ്ട് അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് മുടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവർ ചെയ്തത്. ഇനിയും കുറേ പാവങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കംപ്ലൈൻ്റായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ ശ്രീനാഥ് പ്രതാപനൊക്കെ പറയുന്നത് വെച്ചാൽ ഹൈറിച്ചുള്ള ഒരാൾ പോലും ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല. കംപ്ലൈൻറ്റ് കൊടുത്തത് ഈ ഹൈറിച്ചുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. ഈ ഹൈറിച്ചിൽ എല്ലാ മാസവും അവർക്ക് മന്ത്ലി പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന, പിന്നെന്തിനാണ് അവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പീക്ക് ടൈം ആകുമ്പോൾ, ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നത് നിൽക്കും. അതെന്തായാലും സംഭവിക്കും. എന്തായാലും ഇത്രയും
ഇത്രയും റിട്ടേൺസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബിസിനസ് സോഴ്സും കൂടി കാണിക്കണം. എന്താണ് അവർ ചെയ്യുന്ന ബിസിനസ്? ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ്, ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ കുറച്ച് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്ര ലാഭം കിട്ടത്തില്ല. ഇവർ ചെയ്യുന്നത്, ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ പൈസ എടുത്ത് മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇതിൻ്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു ടൈം ആകുമ്പോൾ ഇത് സ്റ്റക്കാവും. അപ്പോഴേക്കും അവർ നല്ല രീതിയിലുള്ള അവിടെ ഇവിടെ സ്ഥലം വാങ്ങി എന്തൊക്കെ പുറത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരവരുടെ ലൈഫ് സെറ്റായിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ചേരുന്ന താഴെത്തട്ടിലുള്ള പാവങ്ങളാണ് വിഷമം അനുഭവിക്കുന്നത്. അവരൊരിക്കലും ആൾക്കാരെ പറ്റിക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമല്ല. അവർക്ക് ഈ കമ്പനി കൊടുക്കുന്ന അത്രക്കും കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു വിശ്വാസം അവർ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അതുമാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ഇത്രയും കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഈ സ്ഥാപനം എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിനൊരു ഇനിഷ്യേറ്റീവായിട്ട് ഒരു കാര്യം എടുക്കാത്തത്? ഗവൺമെൻറ് കൂടി ഇതിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യമുണ്ട്. അതായത് ഇങ്ങനൊരു കമ്പനി നടക്കുമ്പോൾ, ഇത്രയും കോടികളുടെ ആസ്തി ഇങ്ങനെ കമ്പനി ചെയ്യുമ്പോൾ എന്താണ് ഈ കമ്പനി ചെയ്യുന്നത്? അവരോട് വ്യക്തമായിട്ട് ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടല്ല ഇത്രയും വലിയൊരു തട്ടിപ്പിനെ കുറിച്ച് ഗവൺമെൻറ് അറിയേണ്ടത്. ഇതിനു വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് തട്ടിപ്പ് നടക്കുന്നത് എന്താ വെച്ചാൽ ഇതൊന്നും ഇവർ ഒളിച്ച് നടത്തുന്ന കാര്യമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഓരോ വീഡിയോസും, അവരുടെ സൂം മീറ്റിംഗ് കാര്യങ്ങളും, അവരുടെ ബിസിനസ് കാര്യങ്ങളും അത് ഗവൺമെൻറ് വിലയിരുത്തണം. എന്നിട്ട് അതിൽ തട്ടിപ്പിൻ്റെ സാധ്യത ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റൂള് ഗവൺമെൻറ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം ഹൈറിച്ചിനെ കുറിച്ച് ഇപ്പോഴും കേസിൽ നടക്കുകയാണ്. കുറേ ആൾക്കാർ ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഗവൺമെൻറ് നല്ലൊരു തീരുമാനം എടുത്ത് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റുന്നത്, അവർക്ക് നഷ്ടപ്പെട്ട ക്യാഷിൻ്റെ മാക്സിമം എമൗണ്ട് കൊടുക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കങ്ങനെ ആശ്വസിക്കാനേ പറ്റുള്ളൂ. ഇപ്പോഴും ഹൈറിച്ചിൻ്റെ കേസ് നടക്കുകയാണ്. ഹൈറിച്ചിൻ്റെ അക്കൗണ്ട് ഇപ്പോഴും ഫ്രീസാണ്. സ്മാർട്ട് വേ, ക്യൂനെറ്റ്, ഒടുവിൽ ഹൈറിച്ചിനും ഇപ്പോഴൊരു തീരുമാനമായിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. ഓക്കെ, താങ്ക് യു. അതുകൊണ്ട് ഗൈസ്, ബി കോൺഫിഡൻറ്റ്. ഹൈറിച്ച് ഫാമിലി is going to celebrate 2023 Christmas celebration in a grand way, and get ready for that. And this is me, Jinal Joseph. Thank you.